മനോഹരമായ പ്രണയഗാനങ്ങളാണ് ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലുള്ളത്. അവിടെ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ട്, റീനു. എൻ്റെ കയ്യിലാണെങ്കിൽ ടൺ കണക്കിന് മെയിൽസ്. lb@clubfm.in ആളുകൾ അയച്ച മെയിൽസ്. ലവ് ബൈറ്റ്സിൻ്റെ lb@clubfm.in. ഹലോ റീനു, ഹായ്. എൻ്റെ ഒരു കൺഫെഷനാണ് ഞാൻ അയക്കുന്നത്. കുമ്പസാരങ്ങളൊക്കെ എൻ്റെ അടുത്തോ? കൊള്ളാം വരട്ടെ. എനിക്കൊരു കുട്ടിയുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാനതൊരു ടീനേജ് ടൈം പാസ്സായി മാത്രമാണ് കണ്ടിരുന്നുള്ളൂ. പക്ഷെ ആ കുട്ടി അത് സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ അവളോട് ഇത് ടൈം പാസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു. പിന്നെ അതിനുശേഷം എന്നോട് മിണ്ടിയിട്ടില്ല. ഇപ്പോൾ 2 മാസമായി. എനിക്കറിയാം ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചെന്നും അത് എൻ്റെ തെറ്റാണെന്നും. പക്ഷേ ഐ എം സോറി. ഞാൻ സമാധാനമായിട്ട് അതിനുശേഷം ഒന്നും ഉറങ്ങിയിട്ടില്ല. സോറി എന്ന്. എനിക്കിഷ്ടപ്പെട്ടു. തെറ്റ് ചെയ്തതാണെന്നറിയാം, നന്നായിട്ട് അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതിനുശേഷം മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്ന്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓരോരുത്തരെ പറ്റിച്ച് വഞ്ചിച്ചൊക്കെ പോയി കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാതിരിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പ്രണയത്തിൽ ഒന്ന് ചീറ്റ് ചെയ്യപ്പെട്ട, വേദനിപ്പിച്ച എന്തോരം വേദന വരുമെന്നൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മനസ്സമാധാനം ഇല്ലാതെ തന്നെ ഇനി അങ്ങോട്ട് ഉറങ്ങിയാൽ മതി. പിന്നെ സോറി ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിയോട് പറഞ്ഞോളൂ, തെറ്റ് നിങ്ങളുടെയാണ്. ഇതുപോലെ യു ആൾ കീപ് സെൻഡിങ് ഇൻ യുവർ മെയിൽസ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരു നിവേദനം ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലേക്ക് വന്നിട്ടുണ്ട് റീണുവിന്. ഞാനത് വായിക്കാൻ പോകണം കേട്ടോ. ഞാനിപ്പോൾ സ്ഥിരം ഒരു ഹംസമായി മാറിയല്ലോ. ഹായ് റീണു ചേച്ചി, ഹായ്. ഞാൻ ഒരുപാട് മെയിലായി അയക്കുന്നു, പക്ഷെ ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ല. ഇതെൻ്റെ ലാസ്റ്റ് മെയിലാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സാഡ് സ്മൈലി കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വായിച്ചില്ലേ ഇതിന് നല്ലൊരു ചാൻസ് കിട്ടത്തില്ല. 7 വർഷമായി ഞാനൊരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുവിധം ഞാൻ അവളുടെ ഫോൺ നമ്പർ ഒപ്പിച്ചു ചങ്ങാത്തം തുടങ്ങി. അവൾ ലവ് ബൈറ്റ്സ് കേൾക്കുന്ന കുട്ടിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേൾക്കുന്നത്. ഞാൻ അവൾക്ക് ഇപ്പോഴും പക്ഷെ ഒരു ഫ്രണ്ടാണത്രേ. ഞാൻ എത്ര പറഞ്ഞാലും അവൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നു. എനിക്കാണെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. അവളെ ഒരു ഫ്രണ്ടായിട്ട് കാണാനും മറക്കാനും ഒന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല. പ്രണയത്തിന് ഇങ്ങനൊരു മുഖം കൂടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ മെസ്സേജ് വായിച്ചാൽ അവൾ തീർച്ചയായും കേൾക്കും. സോ പ്ലീസ് ചേച്ചി, ഇത് വായിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂലേ? ചെയ്തല്ലോ. ഇനി എന്നെ കൊണ്ട് അവളെ മറക്കാനൊന്നും പറ്റത്തില്ല, മറക്കുകയും ഇല്ല. സിൻസിയർ ലവ് ആണ്, ജീവിതാവസാനം വരെ ഉണ്ടാവും എന്ന് നിതിനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാലും കുട്ടിയോട് പറയാമല്ലോ, 7 വർഷമായിട്ട് ഇയാൾ പിന്നാലെ നടന്നിപ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്രയും ക്ലൂ തന്ന സ്ഥിതിക്ക്, ആൻഡ് സിൻസ് യു ലിസൺ ടു ലവ് ബൈറ്റ്സ്, യു ആർ ലിസണിങ് ടു ദിസ്, ഹി റിയലി ലവ്സ് യു. പ്ലീസ് കൺസിഡർ. നിതിൻ, ഇതിലും കൂടുതലൊക്കെ വേണമെങ്കിൽ ഇനി ചോക്ലേറ്റൊക്കെ വാങ്ങി തരണം. ഇതുപോലെ നിങ്ങൾ മെയിൽ അയക്കൂ ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലേക്ക്. മെയിൽ ID ലവ് ബൈറ്റ്സിൻ്റെ lb@clubfm.in ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ്. ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. എൻ്റെ പേര് അമൽ. ഞാനിപ്പോൾ കോളേജ് ഹോസ്റ്റലിലാണേ. എനിക്കൊരാളെ ഒത്തിരി ഇഷ്ടമാണ്. ഞാനൊരു ദൂതനെ അയച്ചു. പക്ഷേ അപ്പോൾ അവൾ പറയുവാണ്, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് പ്രണയത്തിലൊന്നും താല്പര്യമില്ലെന്ന്. ഞാനിനി എന്ത് ചെയ്യും? ഞാനാകെ കഷ്ടത്തിലായി. അവൾ എൻ്റെ വീടിൻ്റെ അടുത്താണേ. ഞാൻ ഹോസ്റ്റലിൽ ട്രിവാൻഡ്രത്തും. അയ്യോ, അത് കഷ്ടമായിപ്പോയി. ഈ പ്രണയിക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് ഭയങ്കര പ്രശ്നമാണ്. പ്രണയത്തിലായിക്കഴിഞ്ഞ് പോകുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് ദൂരെ ഇരുന്ന് പ്രണയിക്കാൻ നോക്കുന്നത്. പിന്നെ വീടിൻ്റെ അടുത്തല്ലേ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അടുത്ത തവണ ചെന്ന് ദൂതനെയല്ല നേരിട്ട് ചെന്ന് സംസാരിക്കും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് മെയിൽസ് അയക്കാം ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിലേക്ക്. ഞാനൊരു ഡോക്ടറായിട്ട് ഇവിടെ ഇരിക്കാം, നിങ്ങൾ എന്നെ അങ്ങനെ കരുതിക്കോളൂ. ലവ് ഡോക്ടർ എന്ന് വിളിക്കുന്നവരുണ്ട് പലരും. വേണ്ട, ആ പേരൊന്നും വേണ്ട, റീനു എന്ന് തന്നെ പറഞ്ഞാൽ മതി. മെയിൽ ID ലവ് ബൈറ്റ്സിൻ്റെ lb@clubfm.in lb@clubfm.in. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. This is Love Bites on Club FM. കൂടെ റീനു. ഇവിടെ ടൺ കണക്കിന് മെയിൽസ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. എല്ലാം വായിക്കാൻ പറ്റത്തില്ല, ഒരുപാട് എണ്ണമുണ്ട്. പക്ഷെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് അനുഭവക്കുറിപ്പുകൾ, അതാണ് വായിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായി പ്രണയത്തിലാണ്. പക്ഷേ ഇപ്പോൾ 1 വർഷമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല. എൻ്റെ പ്രസൻസ് അവളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന റീസണാണ് പറയുന്നത്. ഞാൻ ആകെ അപ്സെറ്റാണ്, ഒപ്പം പേടിയും. ലവ് ബൈറ്റ്സ് പ്ലീസ് ഹെൽപ്പ് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും 2 സ്ഥലത്താണല്ലേ. നേരത്തെ അമലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുള്ളൂ, ഈ 2 സ്ഥലത്ത് നിന്നുള്ള പ്രണയം കുറച്ച് റിസ്ക്കിയാണ്, ഒരിക്കലും കാണാൻ പറ്റാതെ വരുമ്പോൾ. പക്ഷേ എനിക്ക് മനസ്സിലാവാതെ പഠിത്തവും പ്രണയവുമായിട്ട് എന്താ ബന്ധമെന്ന്. നിങ്ങളൊരിക്കലും പഠിക്കാൻ സമ്മതിക്കാറില്ലേ?
പ്രണയം വേറെ, പഠിത്തം വേറെ, ജീവിതം വേണം, കരിയർ വേണം, പ്രൊഫഷൻ വേണം, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ പ്രണയം ഇതിനൊക്കെ നമ്മളെ സഹായിക്കല്ലേ വേണ്ടേ? ഒരു ഉന്നത നിലയിലെത്താനായിട്ട്, കരിയറിൽ എന്തെങ്കിലും ആവാനായിട്ട് അതിനൊക്കെ ശരിക്കും പ്രണയം സഹായിക്കല്ലേ വേണ്ടേ? ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്സിലും ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ഡിസിഷൻ മാറിയേക്കാം. ഇതുപോലെ നിങ്ങൾ മെയിൽസ് അയക്കണം ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക്, lb@clubfm.in ഞാൻ കേട്ടുകൊണ്ടിരിക്കും റീനുവിൻ്റെ കൂടെ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.